തിളക്കമാർന്ന വിജയം നേടിത്തന്ന കോഴിക്കോടിൻ്റെ പൗരാവലിക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്താൻ ആദ്യമായിട്ട് ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇത് കുത്തകയാക്കി വച്ചിരുന്ന CPM-നെ ഇടതുപക്ഷ മുന്നണിയെയും കനത്ത പ്രഹരം നൽകിക്കൊണ്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF ഇപ്രാവശ്യം തിരിച്ചുപിടിച്ചു. ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിലും ജയിച്ചു. കോർപ്പറേഷൻ ജയിച്ചു എന്ന് പറയാൻ LDF-ന് നാണിക്കേണ്ടി വരുമെന്നുള്ളതാണ് സാഹചര്യം. അല്പം നാണം ഉണ്ടെങ്കിൽ അവർ പറയില്ല കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾ ജയിച്ചു എന്ന്. ജയിച്ചത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് കോർപ്പറേഷനിൽ BJP-യുടെ സീറ്റ് വർദ്ധിച്ചതിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് CPM-ഉം കേരള സർക്കാരുമാണ് എന്നുള്ളത് വാർഡ് വിഭജനത്തിലൂടെ നിങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. ഇത് കോഴിക്കോട് മാത്രമല്ല, തിരുവനന്തപുരത്തും ഇത് തന്നെയായിരുന്നു സ്ഥിതി. അപ്പൊ ഈ വാർഡുകൾ വെട്ടിമുറിച്ച് UDF-നെ എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള പരീക്ഷണം മുഴുവൻ നടത്തി BJP ജയിച്ചാലും UDF തോൽക്കണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ നടത്തിയ വാർഡ് വിഭജനത്തെ അതിജീവിച്ചിട്ടാണ് കോഴിക്കോട് ഐക്യജനാധിപത്യ മുന്നണി നേടിയിരിക്കുന്ന ഈ വൻ വിജയം എന്നുള്ളത് നിങ്ങളുടെ പരാജയത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു എന്ന് മാർക്സിസ്റ്റ് അവരോട് പറയട്ടെ. ഞാൻ ദീർഘമായ പ്രസംഗിക്കേണ്ട കാര്യമുള്ള നേതാക്കന്മാരുടെ നിരയുണ്ട്. 3-4 പോയിന്റ് മാത്രമേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനുള്ള ചിന്തയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിച്ചത്. ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ നേതാക്കളെ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. ആ അധ്വാനത്തിന്റെ ഫലമാണ് ഈ റിസൾട്ട്. പക്ഷെ ഞാൻ തുറന്നു പറയട്ടെ, നമ്മുടെ അധ്വാനത്തിന്റെ ഫലത്തോടൊപ്പം തന്നെ തുടർഭരണം സമ്മാനിച്ച വേദനയുള്ള ജനങ്ങളുടെ യഥാർത്ഥമായ പ്രതികരണവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടാതെ മൂന്നാമതൊരു ഘടകം കൂടിയുണ്ട്. ഞാൻ ഇന്ന് രാവിലെ സാർജോ ഭൗമിക്ക് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പ്രകാശനത്തിന് കണ്ണൂരിലുണ്ടായിരുന്നു. അദ്ദേഹം SFI കാരനായിരുന്നു. ബംഗാളിലെ SFI നേതാവ് എന്ന നിലയിൽ പ്രസിഡൻസി കോളേജിലും കൽക്കത്ത യൂണിവേഴ്സിറ്റിയിലും ഒക്കെ തന്നെ SFI നയിച്ച നേതാവായിരുന്നു അദ്ദേഹം. പിന്നീട് ജേർണലിസ്റ്റായി. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഇന്ന് കണ്ണൂരിൽ മലയാള പരിഭാഷയാണ് പ്രകാശനം ചെയ്യുന്നത്. ആ പുസ്തകം ഒന്ന് വായിച്ചാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് 30 വർഷക്കാലം ഭരണം നൽകിയതിലൂടെ ഒരു പാർട്ടിയുടെ ആശയപരമായ അധപ്പതനത്തിന്റെ ഒരുപാട് സാക്ഷ്യങ്ങൾ ആ പുസ്തകത്തിലുണ്ടായിരുന്നു. അവരുടെ ഭരണം മാഫിയ ഭരണമായി മാറുന്നത്, അവരുടെ ഭരണം ജനങ്ങളുടെ എതിരായിട്ടുള്ള ഭരണമായി മാറുന്നത്, അങ്ങനെ കൺമുന്നിലൂടെ കമ്മ്യൂണിസം വഴുതി വീണ് അധികാര കൊതിമൂത്ത കമ്മ്യൂണിസ്റ്റുകാർ ആ പാർട്ടിയെ പോലും കുഴിച്ചു മൂടത്തക്കവണ്ണമുള്ള നയങ്ങളുമായി മുന്നോട്ട് പോയെന്ന് അദ്ദേഹം അതിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അദ്ദേഹം ആ പുസ്തകം അവസാനിപ്പിക്കുന്നത് 2021 അദ്ദേഹം ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് പോയപ്പോൾ, വലിയ കൊട്ടാരമാണ് അവരുടെ ഓഫീസ്. അവിടെ ആ ഓഫീസിൽ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഓഫീസിൽ കാണാത്ത ഒരു ജാഗ്രതയും ഒന്നുമില്ലാതെ എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല എന്ന് നിസ്സംഗതയോട് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ആ പുസ്തകം അവിടെ അവസാനിക്കുന്നത്. ഇവിടെയും എനിക്ക് പറയാനുള്ളത്, തുടർഭരണം എന്നുള്ളത് പാർട്ടിയുടെ ആശയങ്ങൾ വളരുകയല്ല. തുടർഭരണം എന്ന് പറയുന്നത് പാർട്ടിയുടെ ചിന്താഗതി വളരുകയല്ല. തുടർഭരണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഒരിക്കലും ചിന്തിക്കാത്ത വഴിയിലൂടെ ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ
കമ്മ്യൂണിസ്റ്റുകാരനും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അടിവരയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഒരു അത്യാപത്തിൽ നിന്നും ആ പാർട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവൻ വോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് 3 മാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പറയാനുള്ളത്. ഈ പരാജയത്തിന്റെ പാഠം പഠിച്ചോ അവര്? ഈ പരാജയത്തിന്റെ പാഠം പഠിച്ചോ? ഈ പരാജയത്തിന് ശേഷം CPM-ന്റെ ഒരുപാട് റിയാക്ഷൻസ് നമ്മൾ കണ്ടു. ആ റിയാക്ഷൻസ് CPM സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൺവീനർ പറഞ്ഞിട്ടുണ്ട്, സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ 1-2 തവണ പറഞ്ഞു. കോഴിക്കോട് പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് സത്യത്തിൽ ഞാൻ ഇന്ന് സാർവഭൗമികന്റെ പുസ്തകം വായിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയപരമായ പാപ്പരത്തിന്റെ തുടക്കം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടു. നിരാശയുണ്ടാകാം. മൂന്നാമത് ഭരണം കിട്ടാത്ത വണ്ണം കേരളം തങ്ങളെ തള്ളിപ്പറയുകയാണെന്ന് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൂടെ ബോധ്യപ്പെട്ടതിന്റെ നിരാശയിൽ നിന്നായിരിക്കാം. അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കരകയറി ഇപ്പൊ കുറെ കാലമായി ചങ്ങാത്തമുള്ള ഡൽഹിയിലെ രാജാക്കന്മാരെ സന്തോഷിപ്പിക്കാനായിരിക്കാം. പക്ഷേ മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയാനാണ് ശ്രമിച്ചത് നിങ്ങളുടെ വാചകത്തിലൂടെ.